എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡലായ ഹോണ്ട ആക്ടിവ 125 ഒബിഡി 2 മോഡലും അതുപോലെ തന്നെ ഡിയോ 125 ഒബിഡി 2 മോഡലുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസനും അപ്പോൾ ഇതിൽ ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ കാണും. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹോണ്ടയുടെ ഏറ്റവും ജനപ്രിയമായ രണ്ട് മോഡലാണ് ഹോണ്ട ആക്ടിവയും അതുപോലെ ഡിയോയും. 123.92 സിസിയിൽ ഇറങ്ങുന്ന രണ്ട് ഹോണ്ടയുടെ മോഡലുകളാണ് ഡിയോയും 125. ആക്ടിവ 125 നമുക്ക് ഡിസൈൻ നോക്കാമെങ്കിൽ LED ഹെഡ്ലാമ്പാണ്, ഒരു ക്രോം കവറിങ്ങോട് കൂടിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഡിയോയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കവറിൻ്റെ അവിടെ ഒരു DRL ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു സ്പോർട്ടി ലുക്കോട് കൂടിയ ഒരു ഡിസൈനിലാണ് അത് കാണാൻ സാധിക്കുന്നത്. മനോഹരമായ ഒരു ഡിസൈനാണ്. നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ DRL കൊടുത്തിരിക്കുന്നത് താഴെയായിട്ടാണ്, അതായത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തായിട്ടാണ് ആക്ടിവയുടെ DRL കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു ക്രോമിൻ്റെ കവറിംഗ് ഒക്കെ കൊടുത്ത് അത് ഒരു ഡിസൈൻ്റെ ഭാഗത്ത് നിന്ന് നോർമൽ ഒരു സ്പോർട്ടി അല്ല, പക്ഷെ നോർമൽ ഒരു ഡിസൈനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ഇൻഡിക്കേറ്ററാണ് നമുക്ക് അതിന് കൂടെ LED അല്ല, ഹാലജനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡിയോയുടെ ഭാഗത്തും നോക്കാമെങ്കിൽ ഒരു ഹാലജൻ ഇൻഡിക്കേറ്ററൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു സ്പോർട്ടി ലുക്കിലാണ് ആ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഹെഡ്ലാമ്പ് നോക്കാമെങ്കിൽ സെൻട്രൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് LED ഹെഡ്ലാമ്പാണ്. ഒരു മനോഹരമായ ഒരു ഡിസൈനിൽ തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മഡ് ഗാർഡ് നോക്കാമെങ്കിൽ ഡിയോയുടെ വരുന്ന ഒരു ഫൈബർ മഡ് ഗാർഡാണ് വരുന്നത്, ആക്ടിവയുടെ വരുന്നത് മെറ്റലാണ്. രണ്ടിനും നമുക്ക് ഒരു 5 സ്പോക്ക് അലോയ് വീലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് രണ്ടിനും വരുന്നത്. ബ്രേക്കിംഗ് നോക്കാമെങ്കിൽ നമുക്ക് 125 ആക്റ്റീവിൽ വരുന്നത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിയോയിൽ വരുന്നത് കോംബി ബ്രേക്കാണ് വരുന്നത്. അതായത് നമുക്ക് CBS എന്ന് പറയും, ഹോണ്ടയുടെ തന്നെ ബ്രേക്കിംഗ് ആണ്. ബാക്കിൽ വരുന്നത് രണ്ടും ഡ്രം ബ്രേക്കാണ് രണ്ടിൻ്റെയും വരുന്നത്. ടയർ സൈസ് നോക്കാമെങ്കിൽ നമുക്ക് രണ്ടിനും സെയിം ടയറാണ് വരുന്നത്. ഫ്രണ്ട് വീല് അതായത് 90-90-12 രണ്ടും ഫ്രണ്ട് വരുന്നത്. പക്ഷേ ബാക്കിൽ നമുക്ക് വരുന്നത് 90-100-10 രണ്ടിനും ബാക്കിൽ വരുന്നത്. നമുക്ക് ഡിയോയ്ക്ക് വരുന്നത് ഫുള്ളി ഫൈബറായിട്ടുള്ള ബോഡിയും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു സ്പോർട്ടി ലുക്കിലാണ് അതിൻ്റെ ബോഡിയും കാര്യങ്ങളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ആക്റ്റീവിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 50-50 ആണ് വന്നിരിക്കുന്നത്. ഫൈബറും ഉണ്ട്, ഇതിൽ മെറ്റലും ഉണ്ട്. ഫ്രണ്ടിലെ കവറുകളൊക്കെ ഫൈബർ മെറ്റലും കൂടെ ആണ് വരുന്നത്. പക്ഷേ ഡിയോയുടെ എല്ലാം ഫൈബർ ബോഡിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിയോ ആണ് മികച്ച ഒരു ലുക്ക് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആക്ടിവ 125 ഒരു ഫാമിലി വെഹിക്കിളും അതുപോലെ ഒരു ക്ലാസിക് എക്സിക്യൂട്ടീവ് വണ്ടിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പക്ഷേ ഡിയോ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള, കുറച്ചുകൂടെ പിള്ളേർക്ക് അതുപോലെ യങ് ജനറേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സൈലൻസറൊക്കെ നമുക്കൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു സൈലൻസറാണ് ആക്ടിവയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊട്ടക്ടറും കാണാം, സിംഗിൾ ആയിട്ടുള്ളൊരു ഹോളാണ്. പക്ഷേ ഡിയോയ്ക്ക് വന്നിരിക്കുന്നത് ഡബിൾ ഹോളിലൊരു നീണ്ടൊരു സൈലൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോർട്ടി ആയിട്ടുള്ള സൈലൻസറാണ്. അത് ബാക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ടൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഹാലജൻ ടൈലറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആക്ടിവയ്ക്ക്. സെൻട്രലായിട്ട് ആക്ടിവ 125 എന്നൊരു ബാഡ്ജിങ്ങും ക്രോമിൻ്റെ കവറിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സിംഗിൾ ആയിട്ടുള്ളൊരു യൂണിറ്റ്. ഡിയോയ്ക്ക് നമുക്ക് ഒരു കവറിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമായൊരു സ്പോർട്ടി ഡിസൈൻ കൊടുത്ത് തന്നെ ആണ് അതിൻ്റെ ടൈലറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഗ്രാബ് റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ബോഡി കളറോട് കൂടിയ ഒരു ഗ്രാബ് റെയിലാണ് ആക്ടിവയ്ക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു ബോഡി കളറോട് കൂടിയ ഗ്രാബ് റെയിലാണ്. അപ്പോൾ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ടിവ വരുന്നത് നമുക്കൊരു പ്രീമിയം കളറിലാണ് അതിൻ്റെ സീറ്റും കവറൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡിയോ നമുക്കൊരു നോർമലി ബ്ലാക്ക് കളറിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഡിയോയുടെ ഇന്നർ കവർ നമുക്കൊരു ബാക്കിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആക്ടിവയുടെ നോർമൽ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു പോക്കറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു USB-C പോർട്ട് ചാർജിങ് യൂണിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഡിയോ വരുമ്പോൾ നമുക്ക് പോക്കറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ചാർജിങ് യൂണിറ്റ് നമുക്കിതിലില്ല. മീറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിയോയുടെ നോക്കുകയാണെങ്കിൽ രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള മീറ്ററാണ് വന്നിരിക്കുന്നത്. മേളിലും താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മേളിൽ നമുക്ക് കിലോമീറ്ററിൻ്റെ റീഡിങ്ങും അതുപോലെ RPM ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ടുള്ള ചെറിയ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് റേഞ്ച്, ടോട്ടല്, ട്രിപ്പ് A, ട്രിപ്പ് B, കിലോമീറ്റർ ആവറേജ്, പിന്നെ അതുപോലെ ഫ്യൂവലിൻ്റെ, പിന്നെ ടൈം, ഇതെല്ലാം താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ മേളിലായിട്ട് നമുക്ക് വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെയും അത് ഇക്കോയുടെയും വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ
എൻജിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്റ്റീവ് നോക്കാമെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്ററാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു സിംഗിൾ ഒരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റിങ്സ്, അതുപോലെ ഫ്യൂവലിൻ്റെ, അതുപോലെ എല്ലാം സെറ്റിങ്സ് എടുക്കാമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ, ജനറൽ സർവീസിൻ്റെ വരെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. ആ മീറ്റർ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു പ്രത്യേക ഒരു സ്വിച്ചസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സർവീസിൻ്റെ വരെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അപ്ഡേറ്റിംഗ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മീറ്ററും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു അപ്ഡേഷന് വരുത്തിക്കൊണ്ടാണ് 125 മീറ്റർ വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഡിസ്പ്ലേ നമുക്ക് RPM, അതുപോലെ ഫ്യൂവലിൻ്റെ ട്രിപ്പ്, ABA, കിലോമീറ്റർ, ടൈം, ഇക്കോയുടെ വാർണിംഗ് ലൈറ്റ്, സൈഡ് സ്റ്റാൻഡിൻ്റെ വാർണിംഗ് ലൈറ്റ്, ഇതെല്ലാം ഫ്രണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് ഇടാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഓപ്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്ററാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ, അതായത് ഇതിൻ്റെ സ്മാർട്ട് മോഡിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട്. സീറ്റ് അണ്ടർ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടിനും സെയിം ആണ് വന്നിരിക്കുന്നത്. ഒരു ഹെൽമെറ്റ് വെക്കാവുന്ന ഒരു സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടിനും. സസ്പെൻഷൻ വരുന്നത് നമുക്ക് രണ്ടിനും ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതുപോലെ നമുക്ക് ബാക്ക് വരുന്നത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് വരുന്നത്. അത് ആക്റ്റീവയ്ക്ക് ബ്ലാക്ക് കളറിലും അതുപോലെ ഡിയോയ്ക്ക് റെഡ് കളറിലോ ഒരു സ്പ്രിങ്ങിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി തമ്മിലുള്ള വ്യത്യാസവും കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിയോയ്. അതുപോലെ ഒരു ഫാമിലി അല്ലെങ്കിൽ കുറച്ച് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജോലിക്കൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആക്റ്റീവ 125 എന്ന് പറയുന്ന മോഡലും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് വണ്ടി തന്നിരിക്കുന്നത് ഞാൻ മുത്തൂറ്റോണ്ട കോന്നി ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ വിലയോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്തിട്ട് ഞാൻ ഇതുപോലിടുന്ന വീഡിയോസ് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.